ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് ഡ്രാഗൺ ബോൾ സീരീസിലെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ടോപ്പ് 10 ക്യാരക്ടേഴ്സിനെയാണ് നോക്കാൻ പോകുന്നത്. ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള കാനോൺ ആയിട്ടുള്ള മാങ്കയും അതുപോലെ തന്നെ സീരീസും മൂവീസും ഒക്കെ വെച്ചാണ് ഞാൻ ഈ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയത്. ഇത് എന്തായാലും ഫ്യൂച്ചറിൽ മാറും, കാരണം ഇപ്പോൾ ടോപ്പ് 1-ലുള്ള ക്യാരക്ടർ ആയിരിക്കില്ല പിന്നീട് ടോപ്പ് 1-ലും ഉണ്ടാവുക. അപ്പോൾ ഞാൻ കൂടുതലൊന്നും വലിച്ചു നീട്ടാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ടോപ്പ് 10-ലുള്ളത് സെൽ മാക്സ് ആണ്. ഡ്രാഗൺ ബോൾ സൂപ്പർ ഹീറോ മൂവിയിൽ വില്ലനായിട്ട് വന്ന ഈ ഒരു ക്യാരക്ടറാണ് സെല്ല്. ഡ്രാഗൺ ബോൾ സൂപ്പറിൽ ഫ്രീസ തിരിച്ചു വന്നതുപോലെ ഒരുപാട് ആൾക്കാർ ഈ ഒരു സെല്ലിനെയും തിരിച്ചു കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഫ്രീസയെ ആ ഒരു വില്ലൻ എന്ന രീതിയിൽ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ സെല്ലിനും അത്രയധികം ഫാൻസ് ഉണ്ട്. എന്നാൽ നമുക്ക് വന്നത് ഡ്രാഗൺ ബോൾ സിയിൽ കാണിച്ചു തന്ന ആ ഒരു സെല്ലിനെ പോലെയുള്ള സെൽ മാക്സ് ആണ്. ഈ ഒരു ക്യാരക്ടർ ആണെങ്കിൽ അത്രയധികം പവർഫുൾ ആണ്. എല്ലാത്തിനെയും ഡിസ്ട്രോയ് ചെയ്യണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഈ ഒരു സെൽ മാക്സിനുള്ളത്. നമ്മുടെ ടോറിയാമ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വില്ലൻ എന്ന് പറയുന്നത് സെൽ മാക്സ് ആണ്. എന്നാൽ ഇങ്ങനെ പവർഫുൾ ആകണമെങ്കിൽ ഈ ഒരു സെൽ മാക്സ് പെർഫെക്റ്റ് ഫോമിലേക്ക് മാറണം. ഈ ഒരു സെൽ മാക്സിനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, ഇപ്പോഴുള്ള സെൽ മാക്സ് എന്ന് പറയുന്നത് ഇൻപെർഫെക്റ്റ് ആയിട്ടുള്ള സെൽ മാക്സ് ആണ്. ഒരുപക്ഷെ ഈ ഒരു സെൽ മാക്സ് പെർഫെക്റ്റ് ചെയ്താൽ ഇപ്പോഴുള്ള ഗോകു, വെജീറ്റ, ഗോഹാനേക്കാളും പവർഫുൾ ആയിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഓവറോൾ ഈ ഒരു ക്യാരക്ടറിനെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു മൂവിയിൽ ജസ്റ്റ് ആ ഒരു ബീസ്റ്റ് ഗോഹാൻ എന്ന ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്ത ആ ഒരു വില്ലനെ പോലെയാണ് തോന്നിയത്. പുള്ളിക്കാരൻ വരുന്നു, ബീസ്റ്റ് ഗോഹാൻ ആകുന്നു, സെൽ മാക്സിനെ ഡിഫീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു സെൽ മാക്സിനെ 10ാം സ്ഥാനത്ത് വെച്ചത്. ഇനി 9th പ്ലേസിലുള്ള സ്ട്രോങ്ങസ്റ്റ് ക്യാരക്ടർ ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ജിറൻ ആണ്. യൂണിവേഴ്സ് 11 പ്രൈഡ് ട്രൂപ്സിന്റെ മെമ്പർ ആണ് ജിറൻ. കൂടാതെ ടൂർണമെന്റ് ഓഫ് പവറിൽ യൂണിവേഴ്സ് 7 അത്രയധികം ടഫ് കൊടുത്ത ഒരു ക്യാരക്ടർ. ഈ ഒരു ക്യാരക്ടർ വരുന്നതിന് മുമ്പ് തന്നെ വിസ് പറഞ്ഞത് ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷനേക്കാൾ ശക്തനായ ഒരുത്തനുണ്ട്, അവനെ നീ എന്തായാലും ഫേസ് ചെയ്യേണ്ടി വരും എന്നൊക്കെ നമ്മുടെ ജിറനെ പറ്റി ഗോകുവിനോട് വിസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ജിറന് കൊടുത്ത ഹൈപ്പ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ നമ്മൾ ഇപ്പോഴുള്ള മാങ്കയിലെ ഗോകുവിനെ നോക്കിക്കഴിഞ്ഞാൽ ജിറിനെ ഈസി ആയിട്ട് ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ടൂർണമെന്റ് ഓഫ് പവറിന് മുൻപുള്ള ഗോകുവിനെ നോക്കിക്കഴിഞ്ഞാൽ ജിറനാണ് ഇവിടെ പവർഫുൾ ആയിട്ടുള്ളത്. കൂടാതെ അവസാനം ഗോകു അൾട്രാ ഇൻസ്റ്റിക്റ്റിൽ മാറുന്നുണ്ടെങ്കിലും അൾട്രാ ഇൻസ്റ്റിക്റ്റിന് തന്നെ നമ്മുടെ ജിറിൻ നല്ല രീതിയിൽ ടഫ് കൊടുത്തിട്ടുണ്ട്. ഒരു ഡിവൈൻ ക്രീച്ചറിന്റെ ടെക്നിക്ക് പോലും ഉപയോഗിക്കാതെ ആ ഒരു ലെവലിലെത്തിയ ക്യാരക്ടറാണ് നമ്മുടെ ജിറൻ. അതുകൊണ്ടാണ് ഞാൻ ജിറനെ 9th പ്ലേസിൽ വെച്ചത്. ഇനി 8ാം സ്ഥാനത്ത് ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മറ്റാരുമല്ല, ടൂർണമെന്റ് ഓഫ് പവർ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് മാങ്കയിൽ മെയിൻ വില്ലനായിട്ട് വരുന്ന നമ്മുടെ മോറോ ആണ്. നമ്മുടെ ഗോകു ബ്ലാക്ക് അല്ലെങ്കിൽ സമസുവിനേക്കാളും എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വില്ലൻ എന്ന് പറയുന്നത് ഈ ഒരു മോറോ ആണ്. മാങ്ക വായിച്ചവർക്ക് ഈ ഒരു മോറോ ആരാണെന്ന് ഞാൻ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്നാൽ ഈ ഒരു മോറോയെ പറ്റി അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഡ്രാഗൺ ബോൾ സൂപ്പർ 2 വരുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും ഈ ഒരു മോറോയുടെ ഫാൻ ആകും. കാരണം ഇതുവരെ വന്നതിൽ വെച്ച് അത്രയധികം പവർഫുൾ ആയി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വില്ലനാണ് നമ്മുടെ മോറോ. പല മില്യൺ വർഷങ്ങളായി ജീവിച്ചു വരുന്ന ഒരാളാണ് നമ്മുടെ മോറോ. യൂണിവേഴ്സ് 7 ആദ്യത്തെ ഗ്രാൻഡ് സുപ്രീം ഗായ് വളരെയധികം കഷ്ടപ്പെട്ടാണ് ഈ ഒരു മോറോയെ പിടിച്ചു വെച്ചത്. മോറോ ചെയ്ത കുറ്റങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അവന്റെ ശിക്ഷ എന്ന് പറയുന്നത് മരണമാണ്. എന്നാൽ മോറോയെ കൊല്ലാൻ തന്നെ ആർക്കും കഴിയുന്നില്ല, കാരണം മോറോയേക്കാൾ പവർഫുൾ ആയ ഒരുത്തന് തന്നെ ആ ഒരു ടൈമിൽ ഇല്ല. ഇനി മോറോയുടെ സ്പെഷ്യൽ എബിലിറ്റി എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്ലാനറ്റ് ഈറ്റർ മോറോ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഓരോ പ്ലാനറ്റിന്റെയും ലൈഫ് എനർജി അബ്സോർബ് ചെയ്ത് പുള്ളിക്കാരൻ സ്ട്രോങ്ങർ ആകും. ഒരുപാട് നാളിന് ശേഷം മോറോ പ്രിസണിൽ നിന്നും പുറത്തു വരികയും നമ്മുടെ ഗോകുവും ഫ്രണ്ട്സും ചേർന്ന് മോറോയെ ഡിഫീറ്റ് ചെയ്യുന്നതൊക്കെയാണ് നമ്മൾ മാങ്കയിൽ കണ്ടത്. ഗോകുവിന് തന്നെ അത്രയധികം ടഫ് കൊടുത്ത ഒരു ക്യാരക്ടറാണ് മോറോ. അതായത് നമ്മുടെ ഗോകുവിനെ 2 പ്രാവശ്യം മരണത്തിന്റെ വക്കിൽ എത്തിച്ചിരുന്നു. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ മോറോയെ 8ാം സ്ഥാനത്ത് വെച്ചത്. ഇനി 7th പ്ലേസിലുള്ളത് ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വെജിറ്റയാണ്, പ്രിൻസ് ഓഫ് ആൾ സയൻസ്. വെജിറ്റയുടെ ലാസ്റ്റ് പവർഫുൾ ആയ ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ അത് അൾട്രാ ഈഗോ ആണ്. ബീറൂസിന്റെ കൂടെ ട്രെയിനിങ് ചെയ്ത് ആ ഒരു പവർ തന്റേതായ രീതിയിൽ കൊണ്ടുവന്ന് വെജിറ്റ ഈ ഒരു അൾട്രാ ഈഗോ എന്ന് പറഞ്ഞിട്ടുള്ള ട്രാൻസ്ഫോർമേഷനിൽ മാറുന്നു. റെനോളയുടെ കൂടെയും അതുപോലെ തന്നെ ഗ്യാസിന്റെ കൂടെയും ഫൈറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ മാങ്കയിൽ കാണിച്ചു തന്നത്. എന്നാൽ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു അൾട്രാ ഈഗോ എന്ന് പറയുന്നത് ഗോകുവിന്റെ അൾട്രാ ഇൻസ്റ്റിക്റ്റിന് മുകളിൽ വരില്ല. അതിന്റെ പ്രധാന കാരണം തന്നെ വെജിറ്റ ഈ ഒരു അൾട്രാ ഈഗോ മാസ്റ്റേർഡ് ചെയ്തിട്ടില്ല. അൾട്രാ ഈഗോയെ കുറിച്ചുള്ള ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി 6th പ്ലേസിൽ ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മറ്റാരുമല്ല, നമ്മുടെ സൺ ഗോകു ആണ്. ഡ്രാഗൺ ബോൾ ആനിമി സീരീസിൽ തന്നെ മെയിൻ പ്രോട്ടോഗോണിസ്റ്റ് ആണ് നമ്മുടെ ഗോകു. സത്യം പറഞ്ഞാൽ ഗോകു ആണ് ടോപ്പ് 1-ൽ വരേണ്ടത്. എന്നാൽ ഇപ്പോൾ ഇറങ്ങിയത് വെച്ച് നോക്കുമ്പോൾ ഗോകു 6ാം സ്ഥാനത്താണ് ഉള്ളത്. ഗോകുവിനെ പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഡ്രാഗൺ ബോൾ അഡ്വഞ്ചർ സ്റ്റാർട്ട് ചെയ്തു, പിന്നീട് മാർഷൽ ആർട്സിൽ ജയിക്കണം എന്ന് പറഞ്ഞു തുടങ്ങി യൂണിവേഴ്സിൽ തന്നെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ഫൈറ്ററായി മാറി. ഇതിനുവേണ്ടി അങ്ങനെ ഗോകു കഷ്ടപ്പെട്ട് ട്രെയിനിങ് ചെയ്ത് അൾട്രാ ഇൻസ്റ്റിക്റ്റിന്റെ ട്രൂ ഫോമിൽ വരെ എത്തി. ഡ്രാഗൺ ബോൾ സൂപ്പർ മാങ്കയിൽ ഗോകു അവസാനമായി ഈ ഒരു ട്രൂ അൾട്രാ ഇൻസ്റ്റിക്റ്റിൽ മാറിയ സമയത്താണ് ഗ്യാസിന്റെ കൂടെ കുറച്ചു നേരമെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിച്ചത്. ഇനി വരാൻ പോകുന്ന മാങ്കയിൽ എന്തായാലും ഗോകു ഈ ഒരു അൾട്രാ ഇൻസ്റ്റിക്റ്റിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ പോയിട്ടുണ്ടാകും. നമ്മൾ ഈ ഒരു അൾട്രാ ഇൻസ്റ്റിക്റ്റിനെ കുറിച്ചും സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണാത്തവർ അത് കണ്ടു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി ഏകദേശം മനസ്സിലാകും. ഇനി നമുക്ക് ഗോകുവിനേക്കാൾ പവർഫുൾ ആയ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ഇനി
ഇനി 5th പ്ലേസിലുള്ളതാണ് നമ്മുടെ ബീസ്റ്റ് ഗോഹാൻ. എനിക്കറിയാം പല ആൾക്കാർക്കും സംശയം ഉണ്ടാകും ഗോക്കു ആണ് ബീസ്റ്റ് ഗോഹാനേക്കാൾ പവർഫുൾ എന്ന്. ഏകദേശം രണ്ടുപേരും ഈക്വൽ ആണെങ്കിലും ഒരു പിടിക്ക് മുകളിലുള്ളത് നമ്മുടെ ഗോഹാനാണ്. ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള മാങ്കയിൽ നമ്മുടെ ബീസ്റ്റ് ഗോഹാനും അതുപോലെ തന്നെ അൾട്രാ ഇൻസ്റ്റിക്റ്റിലുള്ള ഗോക്കുവും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ബീസ്റ്റ് ഗോഹാൻ ആ ഒരു അൾട്രാ ഇൻസ്റ്റിക്റ്റിന്റെ സ്പീഡിനൊപ്പം എത്തുന്നത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ സ്ട്രെങ്ത് എടുത്തു കഴിഞ്ഞാൽ ഗോക്കുവിനേക്കാൾ ഒരു പിടി മുകളിൽ ഗോഹാൻ തന്നെയാണ്. എന്നാൽ ഇതൊന്നും നിങ്ങൾക്ക് വിശ്വാസമാകുന്നില്ലെങ്കിൽ നമ്മുടെ ഗോഹാൻ ഈ ഒരു ബീസ്റ്റ് ഫോമിൽ മാറിയ സമയത്ത് നമ്മുടെ വിസ് ബീറസിനോട് പറയുന്നുണ്ട് അടുത്ത ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷനായി നമ്മുടെ ഗോഹാനെ മാറ്റിയാലോ എന്ന്. നമ്മുടെ വിസിന് ഗോഹാന്റെ ക്യാരക്ടർ നല്ലതുപോലെ അറിയാം. എന്നിട്ട് പോലും ഈ ഒരു പവർ വെച്ച് ബീറസിനോട് ഈ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ വെറുതെ അങ്ങ് പറയില്ലല്ലോ, പ്രത്യേകിച്ച് ഒരു ഏഞ്ചൽ ആയിട്ടുള്ള വിസ്. അപ്പോൾ തന്നെ ഈ ഒരു ബീസ്റ്റ് ഗോഹാന്റെ പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. കൂടാതെ മാങ്കയിൽ ഗോഹാൻ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബീസ്റ്റ് ഫോം തന്റെ കൺട്രോളിൽ നിന്ന് പോകുന്ന രീതിയിലും ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതൊക്കെ കണ്ടാണ് ഞാൻ ഗോഹാനെ ഗോക്കുവിന്റെ മുകളിലായി 5ാം സ്ഥാനത്ത് വെച്ചത്. ഇനി 4th പ്ലേസിൽ ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. അതൊന്ന് നമ്മുടെ ഗ്രനോളയും അതുപോലെ തന്നെ ഗ്യാസും. ഈ ഒരു 2 ക്യാരക്ടേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ ഡ്രാഗൺ ബോൾ വിഷ് ചെയ്ത് യൂണിവേഴ്സിൽ തന്നെ സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരാളാകണം എന്ന് പറഞ്ഞ് പവർഫുൾ ആയ ആൾക്കാരാണ്. ആദ്യം ഗ്രനോളയാണ് ആകുന്നത്, അതിനുശേഷമാണ് ഗ്യാസും. ഗ്രനോളയെ നോക്കിക്കഴിഞ്ഞാൽ സീരിയൽ വംശത്തിലുള്ള ഒരാളാണ് നമ്മുടെ ഗ്രനോള. അവരുടെ കണ്ണ് അത്രയധികം ഷാർപ്പായിരിക്കും. ദൂരെയുള്ള എനിമിയെ ടാർഗറ്റ് ചെയ്ത് ലേസർ പോലുള്ള ഒരു അറ്റാക്ക് ഇവർക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഡ്രാഗൺ ബോൾ വിഷ് ചെയ്ത് നമ്മുടെ ഗ്രനോള സ്ട്രോങ്ങർ ആയതിനു ശേഷം വെജിറ്റയുടെ അൾട്രാ ഈഗോയും ഗോക്കുവിന്റെ അൾട്രാ ഇൻസ്റ്റിക്റ്റിനും മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് ഇവിടെ ഗ്രനോളയെ കാണിച്ചത്. ഇതേപോലെ തന്നെയാണ് നമുക്ക് ഗ്യാസ് എന്ന ക്യാരക്ടറിനെ കാണിച്ചു തന്നത്. ഈ ഒരു ഗ്യാസ് എന്ന ക്യാരക്ടറിനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാസിന് വെപ്പൺസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഗോക്കു, വെജിറ്റ, ഗ്രനോള 3 പേരും ഫൈറ്റ് ചെയ്തിട്ട് പോലും നമ്മുടെ ഗ്യാസിനെ ഡിഫീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ ഈ പറഞ്ഞ 2 ക്യാരക്ടേഴ്സ് ഡ്രാഗൺ ബോൾ വിഷ് ചോദിച്ച് സ്ട്രോങ്ങർ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ 2 പേരെയും ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. ഇനി ഇവരെക്കാൾ പവർഫുൾ ആയ 3rd പ്ലേസിലുള്ള ക്യാരക്ടർ ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ബ്രോലിയാണ്. ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ ഒരു ബ്രോലി എന്ന ക്യാരക്ടർ അത്രയധികം പവർഫുൾ ആണോ? ആദ്യം തന്നെ എടുത്തു നോക്കിയാൽ ഈ ഒരു ബ്രോലി എന്ന ക്യാരക്ടർ ഒരു ലെജൻഡറി സൂപ്പർ സൈയൻ ആണ്. അതായത് 1000 വർഷങ്ങൾക്കൊരിക്കൽ റയർ ആയി ജനിക്കുന്ന ഒരു സയ്യൻ. ഇപ്പോൾ സയ്യൻസിന്റെ ഇടയിൽ ഏറ്റവും പവർഫുൾ ആയ സയ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രോലിയാണ്. നിങ്ങൾ ആ ഒരു ഡ്രാഗൺ ബോൾ മൂവി എടുത്തു കഴിഞ്ഞാൽ ബ്രോലി എന്ന ക്യാരക്ടർ ഒരു ട്രെയിനിങ് പോലും ചെയ്യാതെയാണ് ഇത്രയധികം കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചത്. ബ്രോലിയുടെ വെറും ബേസ് ഫോം എന്ന് പറയുന്നത് ഗോഹാന്റെ മിസ്റ്റിക് ഫോമിൽ ഈക്വൽ ആയിട്ട് വരും. അതായത് ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രോലി എന്ന ക്യാരക്ടർ ഒരു ട്രാൻസ്ഫോർമേഷനിൽ മാറാതെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരന്റെ പവർ എന്ന് പറയുന്നത് ഗോകുവിന്റെ സൂപ്പർ സൈൻ 3ന് ഈക്വൽ ആയിട്ട് വരും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ ഈ ഒരു മൂവിയുടെ അവസാനം നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ഗോകുവും വെജിറ്റയും ഫ്യൂഷനായി ഗൊജിറ്റയായി മാറി പിന്നെയും ബ്രോലി നമ്മുടെ ഗൊജിറ്റക്ക് ടഫ് കൊടുക്കുന്ന രീതിയിലാണ് ഇവിടെ കാണിച്ചത്. അതുപോലെ തന്നെ ആ ഒരു മൂവിയുടെ ഏറ്റവും അവസാനം എത്തിക്കഴിഞ്ഞാൽ ഗൊജിറ്റ അവസാനം കാമേഹാമേഹ യൂസ് ചെയ്യുന്ന ആ ഒരു ടൈമിന് പോലും നമ്മുടെ ബ്രോലി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അതായത് ആ മൂവിയിൽ കാണിച്ചതിനും അപ്പുറമുള്ള പൊട്ടൻഷ്യൽ നമ്മുടെ ബ്രോലിയുടെ ഉള്ളിലുണ്ട്. ബ്രോലിക്ക് ആ ഒരു ടൈമിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് കിട്ടിയിരുന്നെങ്കിൽ ബ്രോലി അവിടെ വേറെ ലെവൽ ഫൈറ്റ് ചെയ്യുമായിരുന്നു. അതായത് ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നിലവിൽ മാങ്കയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രോലി വിസിന്റെ കൂടെയാണ് ട്രെയിനിങ് ചെയ്യുന്നത്. വിസ് പതിയെ ട്രെയിനിങ് ചെയ്ത് ബ്രോലി എങ്ങാനും സൂപ്പർ സൈൻ ബ്ലൂ ഫോമിൽ മാറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഞാൻ ഓൾറെഡി ആദ്യമേ പറഞ്ഞു ബ്രോലിയുടെ ബേസ് ഫോം എന്ന് പറയുന്നത് സൂപ്പർ സൈൻ 3ന് ഈക്വൽ ആയിട്ട് വരും. അപ്പോൾ ഏകദേശം ഇതും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന കാര്യമേ ഉള്ളൂ. ഇനി 2nd പ്ലേസിലുള്ളതാണ് നമ്മുടെ ഓൾ ടൈം വില്ലൻ ആയിട്ടുള്ള ബ്ലാക്ക് ഫ്രീസ. റെനോള ആർക്കിന്റെ അവസാനം നമ്മുടെ ബ്ലാക്ക് ഫ്രീസ വരുന്നു, ഗ്യാസിനെ ഒരൊറ്റ പഞ്ചിൽ തന്നെ കൊല്ലുന്നു. ഇത് കാണുന്ന ഗോക്കുവും വെജിറ്റയും ഷോക്കാകുന്നു. എന്തിനെന്ന് പറയാൻ നമ്മുടെ അൾട്രാ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ഗോക്കുവിനെയും അൾട്രാ ഈഗോയിലുള്ള വെജിറ്റയെയും ഒരൊറ്റ പഞ്ചിൽ തന്നെ ബേസ് ഫോമിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷെ ഇവിടെ ഒരു മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഗോക്കുവും വെജിറ്റയും ഓൾറെഡി വീക്ക് ആയിട്ടാണ് ഉള്ളത്. എന്നാൽ ആ ഒരു സീനിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഗോക്കുവും വെജിറ്റയേക്കാൾ എത്രയോ അധികം ശക്തനാണ് നമ്മുടെ ബ്ലാക്ക് ഫ്രീസ എന്നത്. ബ്ലാക്ക് ഫ്രീസ അവിടെ വന്ന് മാസ് കാണിച്ച് പോയി എന്നല്ലാതെ പുള്ളിക്കാരൻ എത്രത്തോളം സ്ട്രോങ്ങർ ആണെന്ന് നമുക്ക് കറക്റ്റ് ആയി ഇപ്പോൾ പറയാൻ സാധിക്കില്ല. പക്ഷെ ഒരുപാട് ഫാൻസും കാര്യങ്ങളൊക്കെ പറയുന്നത് ഇപ്പോൾ ബീറൂസിനേക്കാൾ പവർഫുൾ ആണ്, അല്ലെങ്കിൽ ബീറൂസിന്റെ ആ ഒരു ലെവലിൽ എത്തുന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എനിക്കും അറിയില്ല. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫൈറ്റേഴ്സിനേക്കാളൊക്കെ ഫ്രീസ അത്രയധികം ശക്തനാണ്. കാരണം നമ്മുടെ ഫ്രീസി ആണെങ്കിൽ ടൈം ചേമ്പറിൽ 10 വർഷം ട്രെയിനിങ് ചെയ്താണ് ഈ ഒരു ഫോമിൽ മാറിയത്. 1ഉം 2ഉം വർഷമൊക്കെ ആണെങ്കിൽ പോട്ടെ എന്ന് പറയാം. 10 വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് ഈ ഒരു ഫ്രീസയുടെ പവർ എന്നത്. നമ്മുടെ ഫൈനൽ ഫോമിലുള്ള ഫ്രീസ കുറച്ച് മാത്രം ട്രെയിനിങ് ചെയ്താണ് ആ ഒരു ഗോൾഡൻ ഫോമിൽ മാറി. അതായത് ഫ്രീസ എന്ന ക്യാരക്ടറിനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് മാത്രം ട്രെയിനിങ് ചെയ്ത് വേഗത്തിൽ ശക്തനാകാൻ സാധിക്കും. അതായത് നമ്മുടെ ഹൈബ്രിഡ് സയൻസിനൊക്കെ പോലെ. ഏതായാലും ഫ്രീസയുടെ മുഴുവൻ പവർ എന്താണെന്ന് നമുക്ക് ഫ്യൂച്ചറിൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഈ ഒരു ബ്ലാക്ക് ഫ്രീസയേക്കാൾ പവർഫുൾ ആയ ടോപ്പ് 1ലുള്ള ക്യാരക്ടർ ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഫ്യൂഷൻ ക്യാരക്ടർ ആണ്, വെജിറ്റോ അതുപോലെ തന്നെ ഗൊജിറ്റ. എന്തുകൊണ്ട് ഇവരെ ടോപ്പ് 1ൽ വെച്ചു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫ്യൂഷൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് അത്രയധികം ഓവർബോർഡ് ആയിരിക്കും. അതിൽ തന്നെ നമ്മുടെ ഗോക്കുവും വെജിറ്റയും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതിൽ നമ്മുടെ വെജിറ്റോയെ നോക്കിക്കഴിഞ്ഞാൽ വെജിറ്റോ എന്ന് പറയുന്നത് ആ ഒരു പൊട്ടാരോ റിങ്സ് വെച്ച് ഫ്യൂഷൻ ആവുന്നത് കൊണ്ട് തന്നെ മുഴുവൻ പവേഴ്സും പുറത്തു കൊണ്ടുവരാൻ സാധിക്കില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ
നമ്മുടെ അക്കിര ടോറിയമ പറഞ്ഞത് രണ്ട് ഫ്യൂഷൻ നോക്കിക്കഴിഞ്ഞാലും രണ്ടുപേരും ഒരുപോലെ തന്നെ ശക്തരായിട്ടുള്ള ആൾക്കാരാണ്. വെജീറ്റോ ആണ് പവർഫുൾ അല്ല ഗൊജീറ്റയാണ് പവർഫുൾ എന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. രണ്ടുപേരും ഒരുപോലെ തന്നെയാണ്. സൂപ്പർ സൈൻ ബ്ലൂവിലുള്ള ഗൊജീറ്റ ബ്രോലിയിട്ട് അലക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ബ്ലാക്ക് ഫ്രീസ വന്നാൽ പോലും സൂപ്പർ സൈൻ ബ്ലൂവിന്റെ ആ ഒരു മുഴുവൻ പൊട്ടൻഷ്യൽ പുറത്തെടുത്താൽ തന്നെ ഈ ഒരു ഗൊജീറ്റ അല്ലെങ്കിൽ വെജീറ്റോ ഒക്കെ പിടിച്ചു നിൽക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ മറ്റൊരു കാര്യം ആലോചിക്കേണ്ടത് പവേഴ്സ് തന്നെ അത്രയധികം ഓവർ പവർഡ് ആയിരിക്കും. എന്നാൽ ഗോക്കുവും വെജീറ്റയും ഇവിടെ ഫ്യൂഷൻ ആവുന്നത് കൊണ്ട് ഗോക്കുവിന്റെ സ്കിൽസും അതുപോലെ തന്നെ വെജീറ്റയുടെ ബാറ്റിൽ എക്സ്പീരിയൻസും ഒക്കെയാണ് ഇവർക്ക് ഈ ഒരു ക്യാരക്ടറിലൂടെ കിട്ടുന്നത്. അതുപോലെ തന്നെ വെറും 30 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് മാത്രമേ ഈ ഒരു ഫ്യൂഷനിൽ മാറാൻ സാധിക്കുകയുള്ളൂ എങ്കിലും ആ ഒരു 30 മിനിറ്റുള്ള ഫൈറ്റ് വേറെ ലെവലായിരിക്കും. അതായത് ആ ഒരു ടൈമിൽ വേറെ ഒരു മോർട്ടലിന് പോലും ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. ഇനി ലാസ്റ്റുള്ള മറ്റൊരു സംഭവമാണ്, ഇനി ലാസ്റ്റുള്ള ഒന്നാണ് നമ്മുടെ അൾട്രാ വെജീറ്റോ അല്ലെങ്കിൽ ഗൊജീറ്റ. അതായത് നമ്മുടെ അൾട്രാ ഇൻസ്റ്റിക്റ്റും അൾട്രാ ഈഗോയും മിക്സ് ആയി ഈ ഒരു ഫ്യൂഷൻ ആകുന്നത്. എന്നാൽ ഇത് എത്രത്തോളം പോസിബിൾ ആണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. കാരണം രണ്ടും രണ്ട് ടെക്നിക് അല്ലേ. അപ്പോൾ ഇത് ഫ്യൂഷൻ ആകുന്ന സമയത്ത് കറക്റ്റായി ഈ ഒരു രണ്ട് ഫോമും മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ഫോമിൽ മാറാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പല ഫാൻ ആനിമേഷനിലും അതുപോലെ തന്നെ ഫാൻ മാങ്കയിലൊക്കെ ഈ ഒരു സംഭവം കാണിച്ചിട്ടുണ്ട്. എന്നാലും ഇതിനുള്ള ചാൻസ് വളരെയധികം കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഇതുവരെ ഒഫീഷ്യലായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല. ഈ ഒരു ഗൊജീറ്റ അല്ലെങ്കിൽ വെജീറ്റോ ഈ കാര്യം പറഞ്ഞതുകൊണ്ട് മാത്രം ഇത് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്പർ 1 നമ്മുടെ ഗൊജീറ്റ അല്ലെങ്കിൽ വെജീറ്റോ ആണ് ഉള്ളത്. അതുപോലെ തന്നെ ഡിവൈൻ ക്രീച്ചേഴ്സ് ആയിട്ടുള്ള നമ്മുടെ സെനോ, ഗ്രാൻഡ് പ്രീസ്റ്റ്, ഏഞ്ചൽസ്, ഡിസ്ട്രക്ഷൻ ഗോഡ്സ് ഇവരെയൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇവരെ വെച്ചിട്ടുള്ള ഒരു സെപ്പറേറ്റ് വീഡിയോ വേറെ തന്നെ ചെയ്യാമെന്ന് കരുതിയാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു മാങ്കയും അതുപോലെ തന്നെ സീരീസ് ഒക്കെ കണ്ട് എനിക്ക് മനസ്സിലായ രീതിയിലാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ചിലപ്പോൾ നിങ്ങളുടെ റാങ്കിങ് ഇങ്ങനെ അല്ലായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് മറക്കാതെ കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.